തലമുറകളായിട്ട് ദൈവസഭയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുത്തിയ എല്ലാ നവീകരണത്തിൻ്റെയും അന്തിമമായി അതിൻ്റെ മെച്ചപ്പെട്ടതെല്ലാം കൂടെ ചേർത്തെടുത്തതാണ് പെന്തിക്കോസ്ത് ഉപദേശം. അപ്പോൾ അതിനകത്ത് നിന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ലെവലിൽ നിന്ന് നൂറ്റാണ്ടുകൾ കൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ആളുകൾ വളർത്തിയെടുത്ത ഉപദേശത്തെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവരുടെ ആ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അല്ലെങ്കിൽ അപ്പോസ്തോലികതയിൽ നിന്ന് പിന്മാറിപ്പോയ മറ്റൊരു ഉപദേശത്തോടു കൂടെ അനുഭൂതികളൂടെ ചേർത്ത് വെച്ചിട്ട് ഇതിനെ ലിങ്ക് ചെയ്യാനായിട്ട് നമുക്കൊരിക്കലും കഴിയത്തില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ ഏത് ഉപദേശത്തെ സ്വീകരിച്ചാലും കത്തോലിക്ക സഭയുടെ അടിസ്ഥാനം നഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നവീകരണത്തിൻ്റെ ഉപദേശമുണ്ട്, വേർപാടിൻ്റെ ഉപദേശമുണ്ട്, ഫണ്ടമെന്റലിസം, വിശുദ്ധി, ആത്മനിറവിൻ ജീവിതം. നവീകരണത്തെ അവർ അംഗീകരിച്ചെന്ന് വെച്ചു. നവീകരണത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്താണ്? കാത്തലിക് ചർച്ചിൻ്റെ അടിസ്ഥാനം തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ്. നവീകരണം എന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വിപരീത പദമാണ് വാസ്തവത്തിൽ. ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് അല്ലെങ്കിൽ വ്യവസ്ഥയ്ക്ക് വിപരീതമാണ് ശരിക്കും നവീകരണം എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ കത്തോലിക്ക സഭയുടെ ബേസിസ് പോയി. ഇനി പാരമ്പര്യത്തിൻ്റെ വിപരീതമാണ് ശരിക്കും പറഞ്ഞാൽ ഉണർവെന്ന് പറയുന്നത്. അപ്പോൾ ഉണർവ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാരമ്പര്യം പോയി. വേർപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എല്ലാ കാര്യങ്ങളെയും മാറ്റിക്കൊണ്ടാണ്. ഫണ്ടമെന്റലിസം, വേദപുസ്തകമായിരിക്കണം ആധികാരികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കത്തോലിക്ക സഭയ്ക്ക് നിലനിൽപ്പുണ്ടാകത്തില്ല. കാര്യം കത്തോലിക്ക സഭയുടെ അടിസ്ഥാനപരമായ ദൈവശാസ്ത്ര വ്യത്യാസം അതാണ്. വേദപുസ്തകമാണ് അടിസ്ഥാനം എന്നല്ല, സഭയാണ്, അല്ലെങ്കിൽ കത്തോലിക്ക സഭയാണ്, കത്തോലിക്ക സഭയുടെ പരമാധികാരിയാണ് ആധികാരികത പുലർത്തുന്ന വ്യക്തി, ഇൻഫോളബിലിറ്റി. അതിനെ ഉപേക്ഷിച്ചാൽ മാത്രമേ ഫണ്ടമെന്റലിസം അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതായത് ഏത് രീതിയിൽ പെന്തിക്കോസ്ത ഉപദേശത്തെ അക്സെപ്റ്റ് ചെയ്യാൻ പോയാലും കത്തോലിക്ക സഭയ്ക്ക് പിന്നെ നിലനിൽപ്പില്ലാതായി. ഇപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അനുഭൂതികൾ മാത്രം. ഞാൻ പറഞ്ഞല്ലോ, ആത്മനിറവിൻ്റെ ജീവിതവും ആത്മവരങ്ങളുടെ പ്രകടനവും രണ്ടും രണ്ടാണ്. ആത്മനിറവിൻ്റെ ജീവിതവും ആത്മവരങ്ങളുടെ പ്രകടനവും രണ്ടും രണ്ടാണ്. വിശുദ്ധിയുടെ ഉപദേശം വന്നാലോ ഇതുപോലെ ഒരു വലിയ പ്രശ്നം അവർക്ക് അനുഭവിക്കേണ്ടി വരും. കാര്യം അവർക്ക് വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്രമെന്റുകളാണ് അവർക്ക് വിശുദ്ധി നൽകുന്നത്. കുർബാന അപ്പം ഉള്ളിൽ ചെല്ലുമ്പോൾ നമ്മൾ വിശുദ്ധരായി തീരുമെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ഈ അണ്ടർസ്റ്റാൻഡ് ദി ഡിഫറൻസ്? അവിടെ ലൈഫല്ല, പരിശുദ്ധാത്മ നിറവിൻ്റെ ജീവിതമല്ല പ്രാധാന്യം, സാക്രമെന്റുകൾക്കാണ് പ്രാധാന്യം. അപ്പോൾ അതുകൊണ്ട് കത്തോലിക്ക സഭയ്ക്ക് ഒരിക്കലും പെന്തിക്കോസിനെ യഥാർത്ഥത്തിൽ അനുകരിക്കാൻ പറ്റത്തില്ല. പിന്നെന്ത് ചെയ്യുന്നവർ? അനുഭൂതികളെ മാത്രം അനുകരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇന്ന് ഉണ്ടായ വലിയൊരു പ്രശ്നം, പെന്തിക്കോസ്റ്റ് ആളുകൾ ഇന്ന് കരിസ്മാറ്റിക്കുകളെ പോലെ ആവുകയാണ്. അല്ലെങ്കിൽ കത്തോലിക്ക സഭ പെന്തിക്കോസ്തിനെ അനുകരിച്ചു വന്നു, കരിസ്മാറ്റിക്. പക്ഷേ ഇന്ന് പെന്തിക്കോസ്തുകാർ കരിസ്മാറ്റിക്കുകളെ അനുകരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ ആധുനിക സഭകളുടെയൊക്കെ പ്രത്യേകത. ആധുനിക സഭകൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വർഷിപ്പ് സംഘങ്ങൾ, വേണമെങ്കിൽ അങ്ങനെ കൂട്ടിക്കും. എവിടെ ചെന്ന് കഴിഞ്ഞാലും, ഏത് ടൗണിൽ ചെന്ന് കഴിഞ്ഞാലും എന്തുണ്ട്? വർഷിപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഈ വർഷിപ്പ് ഗ്രൂപ്പുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പെന്തിക്കോസ്തിൻ്റെ കാലങ്ങളായി കൊണ്ടുവന്ന എല്ലാ ഉപദേശങ്ങളെയും അതിൻ്റെ പ്രാധാന്യം കുറച്ചിട്ട് ഇവർ എന്തിലേക്ക് വരുന്നു? അനുഭൂതികളിലേക്ക് വരുന്നു. ആ അനുഭൂതികളിലേക്ക് ഇവർ വരുമ്പോൾ, അതുപോലെ തന്നെ കത്തോലിക്ക കരിസ്മാറ്റിക്കുകാരുമുണ്ട്. അതുപോലെ കത്തോലിക്ക കരിസ്മാറ്റിക്കിനെ പോലെ തന്നെ പ്രശ്നമാണ് മറ്റ് പാരമ്പര്യ സഭകളിലെ കൂട്ടായ്മക്കാരെന്ന് പറയുന്നത്. കൂട്ടായ്മക്കാരും ശരിക്കും എന്താണ്? അനുഭൂതികൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലാതെ എന്താണ് അവർക്ക് ഉപദേശത്തിന് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ശരിക്കും കത്തോലിക്ക സഭ എന്ന് പറയുന്നത്, അല്ലെ കത്തോലിക്ക കരിസ്മാറ്റിക് എന്ന് പറയുന്നത് പെന്തിക്കോസിൻ്റെ അനുകരണമാണെങ്കിൽ, മറ്റ് സഭകളിലെ ഇതുപോലുള്ള കൂട്ടായ്മകൾ ശരിക്കും കത്തോലിക്ക കരിസ്മാറ്റിക്കിൻ്റെ അനുകരണമാണ്. ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ അനുകരണത്തിൻ്റെ അനുകരണമാണെന്ന് പറയാം. എന്നാൽ പെന്തിക്കോസിലുണ്ടായ ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആത്മീയമായ പാരമ്പര്യം ഉദ്ദേശിക്കുന്നത്, ഒരുപക്ഷെ ഈ സി ഡി കേൾക്കുമ്പോഴൊക്കെ ആളുകൾ ചിന്തിക്കും, ഞാൻ അങ്ങനെ സാധാരണ രീതിയിൽ എൻ്റെ ഒരു സി ഡിയിലും ഒരു സഭയും കുറ്റം പറയുന്ന ആളൊന്നുമല്ല. ഏതാ കത്തോലിക്ക സഭയും അതല്ല എൻ്റെ ജോലി, അതല്ല. അല്ലെങ്കിൽ സമുദായ സഭകളെല്ലാം കുറ്റം പറയാനായിട്ടൊന്നും അല്ല ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ ഇങ്ങനെ പറയാനുള്ള എങ്ങനെയെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് പറയാൻ തന്നെ ഒരു കാരണമുണ്ട്. ഞാൻ എല്ലായ്പ്പോഴും പരിശ്രമിച്ചിട്ടുള്ളത് പെന്തിക്കോസുകാരുടെ പാളിച്ചകളെ എടുത്തു പറയാനാണ്, അല്ലാതെ കത്തോലിക്ക സഭയുടെ പാളിച്ചകൾ പറയാനൊന്നുമല്ല ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിളി എന്ന് പറയുന്നത് നമ്മളുടെ ഇടയിലുള്ള പാളിച്ചകൾ എന്തൊക്കെയാണെന്ന് പറയാനാണ് ഞാൻ കൂടുതൽ പരിശ്രമിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ എപ്പോഴും നോക്കുന്നത്. അത് പറയാൻ വന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കാനായിട്ട് കത്തോലിക്ക സഭയുടെയോ മറ്റുള്ള പാരമ്പര്യ സഭകളുടെയോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. വാസ്തവത്തിൽ പെന്തിക്കോസിൻ്റെ പാളിച്ചകൾ എന്ന് പറയുമ്പോൾ
പെന്തിക്കോസ്തിന് തുടക്കത്തിൽ ശക്തമായ ഒരു അടിത്തറ ഉണ്ടായിരുന്നു, ഒരു ഉപദേശം ഉണ്ടായിരുന്നു, ആത്മീയമായ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. ആത്മീയമായ പാരമ്പര്യം, മറ്റു പാരമ്പര്യമാണ് ഉദ്ദേശിക്കുന്നത്. എന്ത് പാരമ്പര്യം? റിഫോമിസ്റ്റ് പാരമ്പര്യം ഉണ്ടായിരുന്നു, റിവൈവലിസ്റ്റ് പാരമ്പര്യം ഉണ്ടായിരുന്നു, സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റിന്റെ പാരമ്പര്യം ഉണ്ടായിരുന്നു, ഫണ്ടമെന്റലിസ്റ്റുകളുടെ പാരമ്പര്യം ഉണ്ടായിരുന്നു, ഹോളിനെസ് മൂവ്മെന്റിന്റെ പാരമ്പര്യം ഉണ്ടായിരുന്നു. പാരമ്പര്യം എന്ന് ഉദ്ദേശിക്കുന്നത് തെറ്റിദ്ധരിക്കരുത്, ട്രഡീഷൻ. ഉപദേശവും പാരമ്പര്യവും അപ്പോസ്തലിക ജീവിതത്തിന്റെ അനുഭവം ഉണ്ടായിരുന്നു, ആത്മനിറവിന്റെ ജീവിതം ഉണ്ടായിരുന്നു. എന്നാൽ ക്രമേണ പെന്തിക്കോസ്തിൽ നിന്ന് ഇത് പലതും അങ്ങ് ചോർന്നു പോകാൻ തുടങ്ങി. അപ്പോൾ അവിടെ പെന്തിക്കോസ്തിൽ നിന്ന് പെന്തിക്കോസ്തിന്റെ ഈ ബേസിക് അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചോർന്നു പോകുമ്പോൾ ഒരു പക്ഷേ അല്പമൊക്കെ ആളുകൾക്ക് പെട്ടെന്ന് എന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു ആത്മാർത്ഥതയുള്ള ആളുകൾക്കൊക്കെ ഒരു മനപ്രയാസം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ മനപ്രയാസം ഉണ്ടാകുന്ന ആളുകൾ ചിലരെന്ത് ചെയ്യുമെന്നറിയാമോ? നാച്ചുറലി ഈ കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യാതെ പാസീവായിട്ട് പോകുന്നു. മറ്റു ചില ആളുകൾ ഒരു പക്ഷേ മാറി ഇതുപോലെ ചലനാത്മകമായ ഒരു വർഷിപ്പ് സംഘത്തിൻ്റെ പുറകെ പോകുന്നു. അങ്ങനെ പല പല കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവിടെ ഈ വർഷിപ്പ് സംഘങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെന്തിക്കോസ്തിൻ്റെ അടിസ്ഥാനപരമായ ഉപദേശത്തെയും ജീവിതത്തെയും എല്ലാം വിട്ടിട്ട് അവർ ഈ അനുഭൂതികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഘമായി ആർക്കും കടന്നു വരാവുന്ന, ജീവിതത്തെ ശ്രദ്ധിക്കാത്ത, ഉപദേശത്തെക്കുറിച്ച് സംസാരിക്കാത്ത ഒരു സംഘമായിട്ട്. ഇപ്പോൾ പെന്തിക്കോസ്തുകാരെ കരിസ്മാറ്റിക്കുകൾ അനുകരിച്ചെങ്കിൽ ഇപ്പോൾ പെന്തിക്കോസ്തുകാർ കരിസ്മാറ്റിക്കുകളെ അനുകരിച്ച് വർഷിപ്പ് സംഘങ്ങൾ ഉണ്ടാകുന്ന ഒരു ഒരു സ്റ്റേജിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അവിടുത്തെ ഒരു പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പെന്തിക്കോസിന്റെ ആത്മാവിനെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് പെന്തിക്കോസിന്റെ അനുഭൂതികളിലേക്കാണ് ഈ സംഘങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ വാസ്തവത്തിൽ ഈ ആത്മവരങ്ങളെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും ആത്മാവിൻ്റെ വരങ്ങൾ എത്രത്തോളം ഇതിനകത്ത് പ്രാധാന്യമുള്ളതാണെന്ന് ഇവിടെ പറയാനായിട്ടുള്ള ഈ അടിസ്ഥാനപരമായ ഒരു കാര്യം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു കാര്യം. പെന്തിക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭൂതി അല്ല. പെന്തിക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അനുഭവമുണ്ട്, പക്ഷേ അനുഭൂതിക്ക് അപ്പുറത്ത് എന്താണ്? ഇറ്റ് ഈസ് എ റിയാലിറ്റി. അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഒരു ഇല്യൂഷൻ അല്ല. അനുഭവം എന്ന് പറയുമ്പോൾ ഒരു എക്സ്റ്റസിയിൽ ഒതുങ്ങി നിൽക്കുന്നതുമല്ല. വർഷിപ്പ് സംഘങ്ങളിലും മറ്റും പലപ്പോഴും എക്സ്റ്റസി ഉണ്ട്, പക്ഷേ ആ എക്സ്റ്റസിക്ക് അപ്പുറത്ത് എക്സ്പീരിയൻസിലേക്ക് അവർ കൊണ്ടുവരുന്നില്ല. അതുപോലെ തന്നെ ഉപദേശത്തിൻ്റെ പ്രാധാന്യം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പാരമ്പര്യം, എല്ലാ കാര്യങ്ങളും. ആത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് അവരൊരു പക്ഷേ ഒത്തിരി സംസാരിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ ആത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് വേദപുസ്തകപരമായ ഒരു അടിസ്ഥാനത്തിൽ നിൽക്കാതെയാണ് പലപ്പോഴും. അതുകൊണ്ടാണ് അത് നടത്തുന്ന ആളുകളുടെ അനുഭവങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത പലപ്പോഴും ഈ ആളുകൾ ഈ കാര്യങ്ങളെക്കുറിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോസ്തലനായ പൗലോസ് 3 അധ്യായങ്ങൾ അടുപ്പിച്ച് ആത്മവരങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി എഴുതിയിട്ടുണ്ട്. നമുക്ക് ഒരു അധ്യായം അങ്ങനെ തോന്നുന്നില്ല. 1 കൊരിന്ത്യർ 12-ാം അധ്യായവും 13-ാം അധ്യായവും 14-ാം അധ്യായവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മവരങ്ങളുടെ ആ സ്ക്രിപ്ചറൽ ബേസിസ് മനസ്സിലാക്കാനായിട്ട് വേദപുസ്തകം നമ്മൾ എടുത്തിരിക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഞാൻ ഈ പാസേജ് ആണെങ്കിലും ഈ പാസേജാണ് ശരിക്കും ഞാൻ നമ്മളുടെ ഇവിടുത്തെ പഠനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നതായ കാര്യം അതാണ്. ഈ 3 അധ്യായങ്ങളിൽ നിന്ന് ഇതിനകത്ത് ഈ 1 കൊരിന്ത്യർ 12, 13, 14 അധ്യായങ്ങളാണ് നമ്മളുടെ ഈ പഠനത്തിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 12-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലും ആത്മവരങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിശകലനങ്ങളുണ്ട്. പക്ഷേ 13-ാം അധ്യായം പറയുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. പക്ഷേ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോഴും ഇനി അതിശ്രേഷ്ഠമായ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പിന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അതായത് വരങ്ങളുടെ ഏറ്റവും അന്തിമമായ കാര്യമായിട്ടാണ് ശരിക്കും പറയുന്നത് സ്നേഹത്തെക്കുറിച്ച്. സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ വരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ ദ മോസ്റ്റ് എക്സലന്റ് വേ. എന്നാൽ അതേസമയം ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ ഫലം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? ആത്മാവിൻ്റെ ഫലമോ സ്നേഹം. അപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, അത് വരത്തിൽ ഏറ്റവും ഉയർന്നതും ഫലത്തിൽ ആദ്യത്തേതുമാണ്. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം ഇതിനിടയ്ക്ക് ചേർത്ത് വെച്ചിരിക്കുന്നത് വളരെ ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് മാറ്റിവെക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ആത്മവരങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് നോക്കാം. ഇവിടെ ആത്മവരങ്ങളെക്കുറിച്ചുള്ള പഠനം അനിവാര്യമാകുന്നത് എന്തുകൊണ്ടാണ്? 1 കൊരിന്ത്യർ 12-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അവിടെ കാണുന്നൊരു വാക്യമുണ്ട്, ഐ ഡു നോട്ട് വോണ്ട് യു ടു ബി അൺഇൻഫോംഡ്. നിങ്ങൾ സഹോദരന്മാരെ
ആത്മീയ വരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരായിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വരങ്ങളെപ്പറ്റി മാത്രമല്ല, ആത്മീകമായ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരായിരിക്കരുത് എന്നുള്ളതാണ്. ശരിക്കും ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ ഒറിജിനൽ ടെക്സ്റ്റ് നോക്കുമ്പോഴത്തേക്ക് ആത്മീയ വരങ്ങളെക്കുറിച്ചെന്നുള്ള വാക്കില്ല. ശരിക്കും വരങ്ങൾ എന്നുള്ള വാക്ക് അതിനകത്തില്ല, ആത്മീകമായതിനെക്കുറിച്ച്. അവിടെ ഈ വരങ്ങൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് തെറ്റൊന്നുമില്ല. എന്നു വെച്ച് കഴിഞ്ഞാൽ പിന്നീട് പറയുന്നത് മുഴുവൻ എന്താണ്? ആത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചാണ്. അതുകൊണ്ട് ഐ ഡു നോട്ട് വോണ്ട് യു ടു ബി അൺഇൻഫോംഡ് അബൌട്ട് ദ സ്പിരിച്വൽ തിങ്സ്. ആത്മീക കാര്യങ്ങളെക്കുറിച്ച്, ആത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച്, ആത്മീകമായ ഒരു കാര്യത്തെക്കുറിച്ചും നിങ്ങൾ അറിവില്ലാത്തവർ ആയിരിക്കരുത്, അൺഇൻഫോംഡ് ആയിരിക്കരുത്. അതുകൊണ്ടാണ് പഠനം ശരിക്കും അത്യന്താപേക്ഷിതമായിരിക്കുന്നത്. ഇവിടെ ഈ അധ്യായത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മൾ അൺഇൻഫോംഡ് ആയിരിക്കരുത് എന്ന് പറയുന്ന ഭാഗങ്ങൾ വേറെ പല അധ്യായങ്ങളുണ്ട്. 10-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലുമൊക്കെ പറയുന്നതാണ്, നിങ്ങൾ അതിനെക്കുറിച്ച് അറിവില്ലാത്തവരായിരിക്കരുത്. അപ്പം നമ്മളുടെ ഈ സമൂഹത്തിലെ ഒരു വലിയ പ്രശ്നമായിട്ട് ഞാൻ കാണുന്ന ഇതാണ്, ഇഗ്നറൻസ് ആണ് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പം ഈവൻ പെന്തിക്കോസ്റ്റൽസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ചില എപ്പോഴും പറയാനുള്ളതുണ്ട്. പെന്തിക്കോസ്റ്റിൽ എൻ്റെ ചിന്തയിൽ ഒരു 80% ആളുകളും വളരെ ആത്മാർത്ഥതയോടുകൂടെ ദൈവത്തിൻ്റെ പിന്നാലെ വന്നവരാണ്. ചിലപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് നിങ്ങൾക്ക് അത്രയും ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എല്ലായിടത്തും കുറച്ച് കള്ളന്മാരുണ്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല, അത് പെന്തിക്കോസ്റ്റിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പെർസെൻറ്റേജ് ചിലപ്പം 80% ഒന്നുമില്ല ബ്രദറെ, ഒരു 50% എന്നാ ആത്മാർത്ഥത ഇല്ലാത്തവരാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ അനുഭവം അതായിരിക്കും, എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാൻ ചിന്തിക്കുന്നത് മേ ബി ഒരു 80% ഓഫ് ദ പീപ്പിൾ ആർ സിൻസിയർലി ഫോളോയിങ് ജീസസ്. സിൻസിയർലി ഫോളോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അനുകരിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി അവർ സിൻസിയറായിട്ടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പക്ഷേ പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ലൊരു ശതമാനം ആളുകളും ഇഗ്നറൻ്റ് ആണ്. ദേ ആർ സിൻസിയർ ബട്ട് ഇഗ്നറൻറ്റ്. അപ്പോൾ ആ ഇഗ്നറൻസ് ആണ് പെന്തിക്കോസ്ത് സഭയിലെ നല്ലൊരു ശതമാനം പാളിച്ചയുടെയും കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പൗൽ പറയുകയാണ്, നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് അറിവില്ലാത്തവരായിരിക്കരുത്. അറിവില്ലാത്തവരായതുകൊണ്ടാണ്, നമ്മൾ ഇഗ്നറൻ്റ് ആയതുകൊണ്ടാണ് ആർക്കും ഈ സ്റ്റേജേ വന്ന് കയറി എന്തും പറഞ്ഞേച്ച് പോകാൻ പറ്റുന്നത്. ശരിക്കും ഇതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടെങ്കിൽ എല്ലാവർക്കും കയറി വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞേച്ച് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ജനങ്ങൾക്കൊരു, ഇവിടെ വന്ന് പ്രസംഗിക്കുന്നവനൊരു പേടി ഉണ്ടാകണം. എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകൾ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവരാണെങ്കിൽ എനിക്ക് എന്തും കയറി പറയാനായിട്ട് പറ്റത്തില്ല, എനിക്കൊരു പേടിയുണ്ടാവും. ശരിക്കും ഏത് പ്രസംഗകനും മുന്നിലിരിക്കുന്ന ആളുകളെക്കുറിച്ചുള്ള പേടിയോടെ വേണം പ്രസംഗിക്കാൻ. എങ്ങനെയാണ് പേടിക്കുന്നത്? അതിനെ വിശകലനം ചെയ്യാൻ അറിവുള്ളവരാകുമ്പോഴാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? പേടിക്കുന്നത്. അങ്ങനെ വിശകലനം ചെയ്ത് മാത്രമേ നിങ്ങളൊരു കാര്യം സ്വീകരിക്കാവൂ. അത് സാജു പ്രസംഗിച്ചാലും വിശകലനം ചെയ്തേ സ്വീകരിക്കാവൂ. സാജു പ്രസംഗിക്കുന്നത് എന്തിനാ പറയുന്നത്? ബെരോവയിലെ ക്രിസ്ത്യൻസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ബെരോവയിലെ ക്രിസ്ത്യൻസിനോട് സുവിശേഷം പ്രസംഗിച്ചത് വേറെ ആരുമൊന്നുമല്ല, അപ്പോസ്തലനായ പൗലോസാണ്. പക്ഷേ അവർ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്തു? അത് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ചു. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ട് ഈ ബെരോവയിലെ ക്രിസ്ത്യാനികൾ വെറുതെ വിട്ടില്ല. അവരെന്ത് ചെയ്തു? പോയി പരിശോധിച്ചിട്ടാണ് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് തിരുവെഴുത്തുകൾ വെച്ച് പരിശോധിച്ചിട്ടാണ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആരിവിടെ വന്ന് പ്രസംഗിച്ചാലും വെറുതെ വിഴുങ്ങേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ടേക്ക് ഇറ്റ്, ഗോ ഹോം. അത് ശരിക്കും വിശകലനം ചെയ്യുക. അത് അങ്ങനെ തന്നെയോ, ഈ പറഞ്ഞത് അങ്ങനെ തന്നെയോ എന്ന് വിശകലനം ചെയ്തിട്ട് പഠിച്ചാൽ മതി. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഏത് കാര്യങ്ങളും നിങ്ങളത് വിശകലനം ചെയ്ത് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച്, ഗിഫ്റ്റ്സിനെ കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരായിരിക്കരുതെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, വാട്ട് ഈസ് ദ റിയൽ ഗിഫ്റ്റ്? എന്താണ് യഥാർത്ഥത്തിൽ വരം? എന്താണ് യഥാർത്ഥത്തിൽ ഗിഫ്റ്റ്? എന്താണ് ദാനം? പരിശുദ്ധാത്മാവിൻ്റെ ദാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമത് നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിൻ്റെ ദാനം എന്ന് പറയുന്നത് അന്യഭാഷയല്ല. പരിശുദ്ധാത്മാവിൻ്റെ ദാനം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പുറമേ ഉള്ള കൃപാവരങ്ങളല്ല. യഥാർത്ഥത്തിലുള്ള ദാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. ദ റിയൽ ഗിഫ്റ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ ഈ 12-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലും കാണുന്നത് മാനിഫെസ്റ്റേഷൻസ് ആണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നമ്മൾ പ്രാപിച്ച ദാനത്തിൻ്റെ പ്രകാശനങ്ങളാണ് നമ്മൾ ഈ അധ്യായത്തിൽ കാണുന്നത്. ഇതിനെ രണ്ടും രണ്ടായിട്ട് നമ്മൾ കാണണം. ദാനമെന്ന് വിളിച്ചോ, പക്ഷേ ഇതിനകത്ത് റിയൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റ് ആണ്. സോ വി റിസീവ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് വി മാനിഫെസ്റ്റ് ദ ഗിഫ്റ്റ്സ്.
വി റിസീവ് ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ സ്വീകരിക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കുന്നു. ആ സ്വീകരിച്ച പരിശുദ്ധാത്മാവിൻ്റെ മാനിഫെസ്റ്റേഷൻസ് ആണ് നമ്മൾ ഇവിടെ പറയുന്ന കൃപാവരങ്ങൾ എന്ന് പറയുന്ന സകല കാര്യങ്ങളും. സോ പരിശുദ്ധാത്മാവാണ് വരം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, അങ്ങനെ തന്നെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്നോട് യാചിക്കുന്നവർക്ക് അവൻ പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും. അവൻ അന്യഭാഷയെ അല്ല നൽകുന്നത്, അവൻ പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന ഒരു അധ്യായമാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം. അതിൻ്റെ 16-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറയാണ്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് അയച്ചു തരും. ആൻഡ് ഐ വിൽ ആസ്ക് ദ ഫാദർ ആൻഡ് ഹി വിൽ സെൻഡ് അനദർ കൗൺസിലർ, ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്, ടു ബി വിത്ത് യു ഫോർ എവർ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് അയച്ചു തരും. ആരെയാണ് അയച്ചു തരുന്നത്? ആർക്ക് വേണ്ടിയാണ് പിതാവിനോട് ചോദിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? ഇറ്റ് ഈസ് ഫോർ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കീഴുമാത്മാവിലാശവീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൽ തടാകമേ. വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൽ തടാകമേ. മന്ദമായി വന്നു വീശിയാനന്ദം തന്ന പൊന്നിളം തിന്നലേ. രക്തസാ